എന്ന് പറയുന്നത് കൺവേർഷൻ മെത്തേഡ് ഓർ ഫൈനൽ അക്കൗണ്ട് മെത്തേഡ് ഓർ കൺവേർഷൻ ഓഫ് സിംഗിൾ എൻട്രി ഇൻ ടു ഡബിൾ എൻട്രി ആ സിസ്റ്റം അതിനെ പറ്റിയിട്ടാണ്. നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോളോവും ചെയ്യുന്നില്ല, ഒരു ഫോർമാറ്റും കാര്യങ്ങളും ഒന്നും ഫോളോവും ചെയ്യുന്നില്ല. അതെപ്പോഴും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് അല്ലേ, അതൊരു അൺസിസ്റ്റമാറ്റിക് ആണ്, അത് ഇൻകംപ്ലീറ്റ് ആണ്, ഇന്നാക്യുറേറ്റ് ആണ്. ബിസിനസ് ട്രാൻസാക്ഷനും കാര്യങ്ങളും നടക്കുന്നത് അത് ഒരിക്കലും എന്താ പറയുക ആക്യുറേറ്റ് ഇൻകംപ്ലീറ്റ്, അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. നമ്മളുടെ ഡബിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് വേയിൽ തന്നെയാണ് അത് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഡബിൾ എൻട്രിയുടെ ഫുള്ള് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യണില്ലെങ്കിലും പാർഷ്യൽ കാര്യങ്ങൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. പല അക്കൗണ്ട്സ് അവർ പ്രിപ്പയർ ചെയ്യുന്നില്ല. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പല ഡാറ്റാസും മിസ്സാണ്. അക്കൗണ്ട്സ് ട്രയൽ ബാലൻസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ മിസ്സിങ് അതിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട്സൊക്കെ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മിസ്സിങ് കാര്യങ്ങളിൽ കൂടുതലും നോക്കേണ്ടത്. ക്രെഡിറ്റ് സെയിൽസ്, അതായത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും, അതൊക്കെ ഒരു പർച്ചേസ് കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അതിൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ്, അതായത് ഇവിടെ ഫോർ സെറ്റ് എമൗണ്ട് ഓഫ് ക്രെഡിറ്റ്സ്, ഇത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ്. നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ കടത്തിന് വിൽക്കുക, ക്രെഡിറ്റ് സെയിൽസ് ഇതിന് നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദിസ് അക്കൗണ്ട്. അതുപോലെ നമ്മുടെ എന്തൊക്കെ ഇൻഫർമേഷൻ അതൊക്കെ ഇതിൽ എൻറ്റർ ചെയ്യണം. ദ ബാലൻസ് ഫിഗർ ബി മിസ്സിംഗ് ഫിഗർ, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സെയിൽ. നമ്മൾ ക്രെഡിറ്റ് സെയിലാണ്, അതായത് മിസ്സിംഗ് ഫിഗർ, അതിൽ കുറവ് ഏതാണ് അതാണ് ക്രെഡിറ്റ് സെയിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടമായിട്ട് എത്ര ഗുഡ്സ് വിറ്റു, നമ്മൾ കടമായിട്ട് എത്ര ഗുഡ്സാണ് ക്രെഡിറ്റ് സെയിൽ അല്ലേ, കടത്തിന് എത്ര ഗുഡ്സ് വിറ്റു. അപ്പോൾ അതിൽ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും, അതൊരു തിയറിറ്റിക്കൽ പാർട്ടാണ്. ടോട്ടൽ സെയിൽസ്, അതായത് ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഫോമാറ്റൊക്കെ വരച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിൽസ് എന്നാണ് ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ടാവും. അതായത് എത്ര കടമായിട്ട് നമ്മൾ വിറ്റു ആ സംഭവം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ക്രെഡിറ്റ് സെയിൽസ് ആണ് നമ്മൾ ഈ ഫോമാറ്റ് കാര്യങ്ങളൊക്കെ വരച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. അതുപോലെ ഇനി നമുക്ക് അതിൻ്റെ ഓരോത്തിൻ്റെ ഫോമാറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ലയബിലിറ്റി അസറ്റ്സ്, അതായത് ഡെപ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് അസറ്റ് ആണല്ലോ, അക്കൗണ്ടാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ്, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ വരികയെന്നൊക്കെ. ഇപ്പം നമ്മൾ ഡെബിറ്റ് സൈഡിലാണ്, അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്വസ്റ്റ്യൻ തന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്, അതായത് ബാലൻസ് ബി ഡി, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തേണ്ടത്. ബാലൻസ് ബി ഡി ആണ് ഫസ്റ്റ് ചെയ്തേണ്ടത്. അസറ്റ്സ് അവിടെ സൈഡിൽ, അതായത് ക്രെഡിറ്റേഴ്സ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആണ് അതിൽ എഴുതേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായ? അതിൽ ഓപ്പണിംഗ് ബി ഡി, ബാലൻസ് ബി ഡിയും മറ്റത് ബാലൻസ് ക്യാരി ഡൗണും അതാണ് എഴുതേണ്ടത്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് അത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് ഇതിൽ സൈഡിൽ ഡെപ്റ്ററിൽ സൈഡിൽ ഓപ്പണിങ്ങും മറ്റേ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് ആണ് നമ്മൾ എഴുതേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തരാനുള്ള വ്യക്തി. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, അത് നമ്മളൊരു ജേർണൽ എൻട്രി അറിയണതല്ലേ, ക്യാഷ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, അതുകൊണ്ട് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ്, അതായത് ലയബിലിറ്റി, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സും റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ് അക്കൗണ്ട് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ആകുമ്പോൾ, അതായത് ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ ആളുകളുടെ എണ്ണം കൂട്ടും. അതായത് ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ പൈസ തരാനുള്ള ആൾ, അത് കൂട്ടും ചെയ്യും. ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് ബാലൻസ് കുറയുകയാണ് ചെയ്യണത്. മനസ്സിലായ? മറ്റൊരുത്തർ കൂടുകയാണെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂടുകയാണതാണ് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ എഴുതുക എന്താണ്, ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ് കുറയ്ക്കുന്നതാണ് നമ്മൾ എഴുതുക.
അതാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് അത് നമ്മൾ എഴുതേക്കണത്. പിന്നെ ബിൽസ് ഇപ്പോൾ ക്യാഷ് മാത്രം മതി എഴുതിയാൽ മതി. നിങ്ങൾ ബൈ ക്യാഷ് എന്ന് ഞാൻ അത് ഒരു ഇതിന് പറഞ്ഞത് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് ഇതാക്കിയതാണ്. അപ്പോൾ അതൊന്നും കുറയാണ് ചെയ്യണത്. ബിൽസ് റിസീവ് ഇപ്പോൾ നമ്മൾ ബില്ല് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് അല്ലേ, ബില്ല് റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഉറപ്പാണ് അല്ലേ, നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ നിന്ന് ക്യാഷ് കിട്ടുന്ന ഒരു ഉറപ്പാണ്. അപ്പോൾ അതിൽ കിട്ടുമ്പോൾ അത് കുറയുകയാണ്. അപ്പോൾ കുറയുന്ന ഐറ്റംസൊക്കെ ബിൽസ് റിസീവ് അവർ ഡിസ്കൗണ്ട് അലൗണ്ട്, ഇപ്പോൾ ഇത്ര പൈസ കുറച്ച് തന്നാൽ മതി അവർ തരുമ്പോൾ അതും ഡെപ്റ്റേഴ്സിൻ്റെ നിന്ന് കുറയുകയാണ്. അപ്പോൾ അത് ഡിസ്കൗണ്ട് അലൗഡ്. അതേപോലെ റിട്ടേൺ അലവൻസ് ക്ലെയിംഡ്. അലവൻസസ് എന്തെങ്കിലും അലവൻസ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ എക്സ്പെൻസസ് ആണല്ലോ അലവൻസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവർ അലവൻസ് ചോദിക്കുകയാണ്, നമ്മുടെ എക്സ്പെൻസസ് ആണ് അത് കുറയ്ക്കുമ്പോൾ അതും നമ്മുടെ ക്രെഡിറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ പ്ലേസ് ചെയ്യാം. റിട്ടേൺ അഡ്വാൻസ്, അതായത് സെയിൽസ് റിട്ടേൺ എന്ന് പറയും. അത് തിരിച്ച് എല്ലാം വിറ്റിട്ട് അത് നമുക്ക് തിരിച്ച് കിട്ടണത്, അപ്പോൾ അത് നമുക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്യണതാണ്. പിന്നെ ബാഡ് ഡെപ്റ്റ്സ് കിട്ടാൻ എഴുതി തള്ളണത് അതും നമ്മുടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയാണ്. അപ്പോൾ കുറയണ ഐറ്റംസൊക്കെ എന്തില്ല ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതണം. ഡെപ്റ്റേഴ്സിൻ്റെ എന്താണ് കുറയണ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കണത് ബിൽസ് റിസീവ് ഡിസോണേർഡ്. നമുക്കത് കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ അത് എന്തെന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ. ഇത് കഴിഞ്ഞിട്ട് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിലാണ് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ ഉണ്ടാവുന്നത് അല്ലേ, 8 എമൗണ്ട്. ആ എമൗണ്ട് മറ്റേ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുക. ആ കിട്ടുന്ന എമൗണ്ടാണ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാനറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യുന്ന ആ ഒരു ഫിഗർ കിട്ടുന്നതിനാണ് മിസ്സിംഗ് ഫിഗർ, അതാണ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എത്ര സെയിൽസ് ആണ് നടത്തിയത്, എത്രയാണ് ടോട്ടൽ സെയിൽസ് നടത്തിയപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് പ്ലസ് ക്യാഷ് സെയിൽ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് കിട്ടി, ക്വസ്റ്റ്യനിൽ ക്യാഷ് സെയിൽസ് ഉണ്ടാവും, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടുകയാണ്. ഇതാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഫോമാറ്റ് നിങ്ങൾ പഠിക്കുക, അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഓർത്തിരിക്കുക, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴും എന്താണ് ഡെപ്റ്റേഴ്സിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്, ഡെപ്റ്റേഴ്സ് കൂടുന്ന ഡെപ്റ്റിൽ ബാലൻസ് കുറയ്ക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ് കാര്യങ്ങൾ കുറയ്ക്കുന്നതൊക്കെ ഇതിൽ എഴുതണത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലും. ഡെപ്റ്റേഴ്സ് കൂടുന്നത് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതാറുള്ളത്. ക്രെഡിറ്റ് സെയിൽസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എന്നാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ്. നമ്മളിപ്പോൾ ക്രെഡിറ്റ് അക്കൗണ്ടാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പഠിച്ചിരുന്നത്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്നാണ് ക്രെഡിറ്റ് പഠിച്ചത്. നമ്മൾ ടോട്ടൽസ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസസ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസും, ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസുമാണ്. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തന്നെയാണ് ഓർത്ത് വയ്ക്കുക. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞത് ക്രെഡിറ്റ് പർച്ചേസാണ്. നമ്മൾ സെയിം മാനർ തന്നെ നമ്മൾ ചെയ്ത നേരത്തെ അതേപോലെ തന്നെയാണ് ഇതിലും സെയിം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നത് മാത്രം. അപ്പോൾ ഇനി ഇതിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള കൊടുക്കുന്നത്, മറ്റേത് കിട്ടുക, ഇത് കൊടുക്കുക, അത് ഓർക്കുക, കിട്ടിയും കൊടുക്കുക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്യാഷ് കൊടുക്കാനുള്ളതാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. കഴിഞ്ഞ ഇതിൽ നമ്മൾ ചെയ്തപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ അസറ്റ്സ് ഇതായതുകൊണ്ട് നമ്മൾ എവിടെയാണ് ബാലൻസ് ചെയ്തത്, ഡെപ്റ്റേഴ്സിലാണ് കഴിഞ്ഞ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബാലൻസ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ക്രെഡിറ്റേഴ്സ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞത് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലുമാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ചെയ്യുക. മറ്റൊരുത്ത് ഡെപ്റ്റേഴ്സിലാണ് ഇതുണ്ടായിരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് തുടങ്ങുന്നത്. കാരണം അതൊരു ലയബിലിറ്റി ആയതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞത് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്നാണ് ഡെബിറ്റ് സൈഡിലുമാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്യുകയാണ്. ക്രെഡിറ്റിൽ എന്താണ് ചെയ്യുന്നത്, ക്രെഡിറ്റ് അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റേഴ്സ് കൂടുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലും ക്രെഡിറ്റേഴ്സിന് ഇത് കുറയണത് ഡെപ്റ്റേഴ്സിലുമാണ്.
മനസ്സിലായി. ഡെപ്റ്റേഴ്സിൽ കുറയുന്നതും ഡെപ്റ്റേഴ്സ് സൈഡിൽ കുറയുന്നതും ക്രെഡിറ്റേഴ്സ് കുറയുന്നത് ഡെപ്റ്റേഴ്സ് സൈഡിലും, മറ്റേത് ക്രെഡിറ്റേഴ്സ് കൂടുന്നത് ക്രെഡിറ്റ് സൈഡിലും. അതിൽ ബിൽസ് പേബിൾ ഡിസോണർ തിരിച്ചു കൂടുമ്പോൾ തിരിച്ചു കിട്ടിയില്ല. അപ്പോൾ കടക്കാരൻ്റെ എണ്ണം കൂടുകയല്ലേ ചെയ്യണം. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ബിൽസ് അത് കൂടുകയാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും എന്തെല്ലാം ചെയ്യുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് ചെയ്യുന്നത്. നമുക്ക് മറ്റേ സൈഡിലേക്ക് ഡെബിറ്റ് സൈഡിൽ വേണം ക്യാഷ് ക്രെഡിറ്റ് ടു ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ ആക്സെപ്റ്റഡ്, റിസീവ്ഡ്, അലവൻസ് റിസീവ്ഡ്, റിട്ടേൺ ഔട്ട്വേർഡ്. മറ്റേത് സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ ഇത് പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പം അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എല്ലാ എമൗണ്ടും ടോട്ടൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് ഫിഗർ ക്രെഡിറ്റ് പർച്ചേസിൽ ക്രെഡിറ്റ് സൈഡിലാണ്, മറ്റേത് സെയിൽസ് ആകുമ്പോൾ അത് ഡെബിറ്റ് സൈഡിലും, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലും, ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറയുന്നത് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അതറിയാലോ. ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മുടെ ആഡ് ചെയ്യാനുള്ളതാണ് നമ്മളെ ടോട്ടൽ പർച്ചേസസ്. എത്ര പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ്. ഇപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് എത്രയാണ് നമുക്ക് കൂട്ടുക. ക്രെഡിറ്റ് പർച്ചേസസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അത് വെച്ചിട്ട് നമ്മുടെ ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് വെച്ച് കൂട്ടിയാൽ നമുക്ക് എത്ര ടോട്ടൽ പർച്ചേസ് നടത്തും. ഇതാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ടോട്ടൽ. ഇത് ചിലപ്പോൾ രണ്ടും ഒരുമിച്ചും ചോദിക്കാം, ചിലപ്പോൾ ഓരോന്നായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇത് ഏകദേശം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ഒന്ന് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു.